ആന്റണി രാജു MLA മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹത്തെ 3 വർഷത്തേക്കുള്ള ശിക്ഷ വിധിച്ചിട്ടുണ്ട്. LDFന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു നാണക്കേട് എന്താണ്? അല്ല, നാണക്കേടൊക്കെ ഉണ്ടാവേണ്ടവർക്കല്ലേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അതൊന്നും കൂടുതലും CPMകാർ കാരണമല്ല എന്നുള്ളതും CPIക്കാർ കാരണമല്ല എന്നുള്ളതും ഇന്നുവരെ CPIക്കാർക്കെതിരെ അങ്ങനത്തെ ആക്ഷേപങ്ങൾ വന്നിട്ടില്ല. ഇന്ന് വരെ ഇതോട് കൂടിയിട്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതാവുന്നു. ആന്റണി രാജു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കരിയർ അവസാനിക്കുന്നു. ഒരു മുൻ മന്ത്രി ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് 2ാം തവണയാണ്. ഇതിനു മുമ്പുള്ളത് R. ബാലകൃഷ്ണപിള്ളി, അത് അഴിമതി കുറ്റമായിരുന്നു. ബഹുമാനപ്പെട്ട കോടതി എനിക്ക് ജയിലിൽ ഒരു തയ്യൽ മെഷീൻ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ തൽക്കാലം അവസാനിപ്പിക്കാം. നമസ്കാരം. ഇന്നലെ ആന്റണി രാജു MLA മുൻ മന്ത്രി കൂടിയാണ് അദ്ദേഹത്തെ 3 വർഷത്തേക്കുള്ള ശിക്ഷ വിധിച്ചിട്ടുണ്ട്. LDFന് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു നാണക്കേട് എന്താണ്? അല്ല, നാണക്കേടൊക്കെ ഉണ്ടാവേണ്ടവർക്കല്ലേ ഉണ്ടാവുകയുള്ളൂ. അതിനേക്കാളും വലിയ ഈ വിഷയങ്ങളിലൊക്കെ ഉൾപ്പെട്ടവരൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കൂടുതലും CPMകാർ കാരണമല്ല എന്നുള്ളതും CPIക്കാർ കാരണമല്ല എന്നുള്ളതും ഇന്നുവരെ CPIക്കാർക്കെതിരെ അങ്ങനത്തെ ആക്ഷേപങ്ങൾ വന്നിട്ടില്ല. ഇന്ന് വരെ ഒരു CPIക്കാർക്കെതിരെ CPMമാർക്ക് എതിരെയും വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന CPMമാർക്ക് എതിരെയൊന്നും അത്തരം വിഷയങ്ങൾ വന്നിട്ടില്ല. MLA സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവർക്കെതിരെയൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 3ാമത്തെ പ്രബല കക്ഷി എന്ന് പറയുന്നത് മാണി വിഭാഗമാണ്. അതിൻ്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനെ കുറിച്ചോ ചീഫ് വിപ്പായിട്ടുള്ള ജയരാജ് ഉൾപ്പെടെയുള്ള ആളുകളെക്കുറിച്ചോ ഇത്തരം ആക്ഷേപങ്ങൾ വന്നിട്ടില്ല. പിന്നെ ആന്റണി രാജുവിനെതിരെ വരുമ്പം ആന്റണി രാജു എന്ന് പറയുമ്പം പുള്ളിയെ ജെട്ടിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ വിശേഷിപ്പിക്കുന്നത്. ജെട്ടി രാജു എന്നാണ്. അതായത് പുള്ളിയുടെ പേരിൻ്റെ ആദ്യത്തെ പാർട്ടിൽ 3 അക്ഷരവും 2ാമത്തെ പാർട്ടിൽ 2 അക്ഷരമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം രാജൻ ജോസഫ് എന്ന് പറയുമ്പം 3+3 വരുന്നത്. പൊതുവെ അങ്ങനെയാണ് വരിക. അപ്പം മോൻസ് ജോസഫ് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ 2+2 ആയി. 3+2 ആയിരുന്നു ആന്റണി രാജു. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ജെട്ടി രാജു എന്നായി മാറി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോട് കൂടിയിട്ട് ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതാവുന്നു. ആന്റണി രാജു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ കരിയർ അവസാനിക്കുന്നു. 71 വയസ്സുണ്ട്. ഇപ്പോൾ ഈ തടവ് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഈ ശിക്ഷ അപ്പീൽ കൊടുത്തിട്ട് എന്താവും നമുക്കറിയില്ല. എന്തായാലും ആസ് ഓഫ് നൗ ഇപ്പം ഇന്നലെ വന്നിട്ടുള്ള വിധി പ്രകാരം ഇതിനകത്ത് ശിക്ഷ റദ്ദാക്കുകയോ കേസ് ഒഴിവാക്കുകയോ ഇദ്ദേഹത്തെ വെറുതെ വിടുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹം ഈ 3 വർഷം ജയിൽവാസം അനുഭവിച്ചതിന് ശേഷം, അതും 2-3 വകുപ്പുകളുണ്ട് അതിനകത്ത്, അത് അനുഭവിച്ചതിന് ശേഷം പിന്നീട് 6 വർഷത്തേക്കാണ് ഇദ്ദേഹത്തിന് മത്സരിക്കാൻ വിലക്കുക. കേരള കോൺഗ്രസ്സുകളിലെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ആരും പാർലമെൻ്ററി രാഷ്ട്രീയത്തിലല്ലാതെ സംഘടന ഉണ്ടാക്കി നടക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ CPMോ CPIയോ കോൺഗ്രസ് ഒക്കെ ആണെങ്കിലൊക്കെ പാർട്ടിയുടെ ചുമതലയൊക്കെ വഹിച്ച് അങ്ങനെ പോകും. ഇത് അങ്ങനെ ഒരു പാർട്ടി ഇല്ല, അങ്ങനെ സ്ട്രക്ചർ ഇല്ല. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ജനാധിപത്യം നന്നായിട്ടുള്ള കേരള കോൺഗ്രസ് ആണ്. കാരണം പുള്ളി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ജനാധിപത്യത്തിന് പ്രശ്നമില്ല. 3-4 ആൾക്കാർ കൂടുമ്പോഴാണല്ലോ ജനാധിപത്യത്തിൻ്റെ വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളി മാത്രമുള്ള പാർട്ടിക്കകത്ത് പുള്ളിയെ വിമർശിക്കുകയും പുള്ളിക്ക് അനുകൂലിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. എനിക്ക് തോന്നുന്നത് ഈ പുള്ളി നോമിനേഷൻ കൊടുക്കുമ്പോൾ സെക്കൻഡ് ചെയ്യാനും പ്രപ്പോസ് ചെയ്യാനും ഇനി ഭാര്യയും മക്കളുമാണോ ഒപ്പിട്ട് എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. വേറെ ആരെങ്കിലും CPMൻ്റെ ആൾക്കാരൊക്കെ പോയിട്ട് ഒപ്പിട്ടിട്ടായിരിക്കും, അല്ലാതെ 2ാമതൊരാളാ പാർട്ടിയിലുള്ളതായിട്ട് എനിക്കറിയത്തില്ല. ആന്റണി രാജുവിന് കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം നിയമസഭാ സീറ്റ് നൽകാൻ തന്നെ കാരണം എനിക്കൊന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ചാനലുകളിൽ നടത്തിയിട്ടുള്ള പ്രചരണങ്ങളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോളാർ കേസിന്റെ സമയത്തൊക്കെ ഉമ്മൻചാണ്ടി നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ ആന്റണി. അതായത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ മാണിയുടെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു. ജോസഫിന്റെ കൂടെ ഉറച്ചു നിൽക്കുകയായിരുന്നു. 2011 ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ജോസഫ് ഗ്രൂപ്പ്, അതുവരെ VS മന്ത്രിസഭയിൽ അംഗമായിരുന്ന PJ ജോസഫ് ഉൾപ്പെടെയുള്ളവർ മറുകണ്ഠം ചാടി UDFിലേക്ക് പോകുന്ന സമയത്ത് ഇടതുപക്ഷത്ത് ഫ്രാൻസിസ് ജോർജ്, ഇപ്പോഴത്തെ നമ്മളെ കോട്ടയം MP, മുമ്പ് ഇടുക്കി MP ആയിരുന്ന ഫ്രാൻസിസ് ജോർജ്, KM ജോർജിൻ്റെ മകൻ ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷത്ത് തുടരാൻ തീരുമാനിക്കുകയും അതിൻ്റെ കൂടെ ആന്റണി രാജു നിൽക്കുകയും ആ സമയത്ത് ആന്റണി രാജു പിന്നീട് ഇവരുടെ സ്പോക്സ്മാനായിട്ട് തുടർച്ചയായിട്ട് ചാനൽ ചർച്ചകളിലൂടെ ആണ് അദ്ദേഹം രംഗത്ത് വരുന്നത്. ആന്റണി രാജു അക്കാലത്ത് ആന്റണി രാജു സ്ഥിരമായി ചാനൽ ചർച്ചയിൽ ഇപ്പം നമ്മുടെ ജ്യോതികുമാർ ചാമക്കാലയൊക്കെ വരുന്ന പോലെയുള്ള ഒരാളായിരുന്നു, ചാനൽ ചർച്ച തൊഴിലാളിയായിരുന്നു. അങ്ങനെ വന്ന് പക്ഷേ ഇദ്ദേഹം 96 MLA ആയിട്ടുണ്ട്. 1996 MLA ആയിട്ടുണ്ട് അദ്ദേഹം. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൽ നിന്നും ഇങ്ങനെ ഇത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫ്രാൻസിസ് ജോർജ് പോയി രക്ഷപ്പെട്ടു. പിന്നെ അദ്ദേഹം 2016 തിരുവനന്തപുരം വെസ്റ്റാ മണ്ഡലം, ഇപ്പോൾ സെൻട്രലാണല്ലോ, ഒറ്റ മണ്ഡലമായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പം അന്ന് തിരുവനന്തപുരം വെസ്റ്റിൽ അദ്ദേഹം VS ശിവകുമാറിനോട് പരാജയപ്പെട്ടതാണ്. അങ്ങനെയാണ് VS ശിവകുമാർ 2011 VS ശിവകുമാറാണ് അവിടെ. അന്ന് ശിവകുമാർ മന്ത്രിയായി.
ഇദ്ദേഹം 16-ലും മത്സരിച്ച് അവിടെ പരാജയപ്പെട്ടു. ശിവകുമാറിനോട് മത്സരിച്ച് പരാജയപ്പെടുമ്പം അന്ന് സത്യത്തിൽ കുമ്മനം രാജശേഖരൻ വട്ടിയൂർക്കാവിൽ നിന്ന് 2ാം സ്ഥാനത്തെത്തി. അവിടെ പിന്നെ CPM 3-ാം സ്ഥാനത്ത് TN സീമയെ തള്ളിയിട്ട് K മുരളീധരൻ 1-ാം സ്ഥാനത്തും കുമ്മനം രാജശേഖരൻ 2-ാം സ്ഥാനത്തും എത്തി. അന്ന് S ശ്രീശാന്തിനെയാണ് തിരുവനന്തപുരം വെസ്റ്റിൽ BJP നിർത്തിയത്. S ശ്രീശാന്തിന് പകരം കുമ്മനം രാജശേഖരൻ അന്ന് തിരുവനന്തപുരം വെസ്റ്റിൽ നിൽക്കുകയായിരുന്നെങ്കിൽ കുമ്മനം രാജശേഖരനും കൂടെ അന്ന് ജയിച്ചു പോയേനെ. അങ്ങനെയാണെങ്കിൽ BJPക്ക് 2 MLA-മാരുണ്ടാവുമായിരുന്നു. നേമത്തുനിന്ന് O രാജഗോപാലും തിരുവനന്തപുരം വെസ്റ്റിൽ നിന്ന് കുമ്മനവും ജയിക്കുമായിരുന്നു. കാരണം ശ്രീശാന്ത് നിന്നിട്ട് തന്നെ 10-35,000 വോട്ട് പിടിച്ചെങ്കിൽ കുമ്മനം വന്ന് നിന്നതായിരിക്കും. ശ്രീശാന്ത് എന്ന് പറയുന്ന കളിക്കാരനെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് പ്രേമികളാൽ വെറുക്കപ്പെടുന്ന ഒരു കളിക്കാരനാണ് ശ്രീശാന്ത്. അങ്ങനെയുള്ള ശ്രീശാന്ത് നിന്നിട്ട് 35,000 വോട്ട് കിട്ടി. പക്ഷേ 21-ൽ VS ശിവകുമാറിന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് പിന്നെ ഇദ്ദേഹം ജയിച്ചതാണ്, അല്ലാതെ ഇയാളുടെ മേൻമോണ്ട് ജയിച്ചതല്ല. ഏറ്റവും മോശപ്പെട്ട 2 പേരിൽ ആരെ തിരഞ്ഞെടുക്കും എന്നൊരു ഓപ്ഷനാണ് സ്ഥാനാർത്ഥികളുടെ മുമ്പിലെത്തിയത്. പക്ഷേ കൃഷ്ണകുമാറും ഉണ്ടായിരുന്നു. കൃഷ്ണകുമാർ നന്നായിട്ട് രംഗത്തുണ്ടായിരുന്നു. അങ്ങനെ ആന്റണി രാജു ജയിച്ചു. ആന്റണി രാജുവിന് പകുതി ടൈം മന്ത്രിസ്ഥാനവും കൊടുത്തു. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, 1 ആന്റണി രാജുവിന്റെ രാഷ്ട്രീയ ഭാവി തീരുന്നു. 2 ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാകുന്നു. 3 തിരുവനന്തപുരം മണ്ഡലം എന്ത് വന്നാലും ഇടതുമുന്നണിക്ക് കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തി. ഈ പരിക്ക് ഭേദമാക്കാൻ പറ്റത്തില്ല. കാരണം അത് അവരുടെ ഒരു കുത്തക മണ്ഡലമല്ല. കാലങ്ങളായിട്ട് UDFന്റെ കയ്യിലിരുന്ന മണ്ഡലം പിടിച്ചെടുത്തതാണ്. അത് മാത്രമല്ല അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റിയ കാൻഡിഡേറ്റ്സും ഇല്ല. ജനാധിപത്യ കേരള കോൺഗ്രസ് ഇനിയിപ്പോൾ CPM ഏറ്റെടുക്കണം. CPM ഏറ്റെടുത്ത് ആരെ നിർത്തും? പ്രാദേശികമായിട്ട് CPM-ന് പല സ്ഥലങ്ങളിലും നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പ്രശ്നമുണ്ട്. നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് A റഹീമിനെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കൊണ്ടേ നിർത്തി ജയിപ്പിക്കാൻ പറ്റത്തില്ല. MP ആക്കി രാജ്യസഭയിലേക്ക് അയച്ചെന്നേ ഉള്ളൂ. ഷംസീർ DYF കൂടെ കടന്നു വന്നു. ഷംസീറിനെ തലശ്ശേരി പോലെയുള്ള കുത്തക സീറ്റിലാണ് കൊണ്ട് നിർത്താൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ സ്വരാജ് നിൽക്കുന്നു. തൃപ്പൂണിത്തറ ജയിച്ചെങ്കിലും തൃപ്പൂണിത്തറ തോക്കുന്നു, പിന്നീട് നിലമ്പൂർ തോൽക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ CPM പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. CPM-ന്റെ യുവ നേതാക്കന്മാർക്ക് ഇന്നുകൊണ്ട് സ്വീകാര്യത കിട്ടുന്നില്ല. വളരെ അപൂർവമായി വന്ന ഇപ്പോൾ പാലശാലയിൽ CK കാര്യേന്ദ്രന് പകരം വേറെ ആളെ കണ്ടെത്താൻ പറ്റുന്നില്ല. ആൻസലിന് പകരം നെയ്യാറ്റിൻകര ഒരാളെ കണ്ടെത്തുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. സത്യന് പകരം ഒരാളെ, IP സതീഷിന് പകരം ഒരാളെയൊക്കെ കണ്ടെത്താൻ എന്തിനേറെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള V ജോയിക്ക് പകരം ഒരാളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. കാരണം V ജോയി സാധാരണ ജില്ലാ സെക്രട്ടറിമാർ മത്സരിക്കത്തില്ല. ഇനിയും ഒരു ടൈം കൂടെ ചിലപ്പോൾ V ജോയിക്ക് കൊടുക്കേണ്ടി വരും. ഇതൊരു വലിയ പ്രശ്നമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നൊരു കേഡർ വളർന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. അവിടെ ക്രിസ്ത്യൻ നാടാർ കാൻഡിഡേറ്റിനെ തന്നെ നിർത്തണമെന്നുണ്ടെങ്കിൽ ബെൻ ഡാർവിനെ നിർത്തേണ്ടി വരും. ബെൻ ഡാർവിനെ നെയ്യാറ്റിൻകരയിലും പരിഗണിക്കുന്നുണ്ട്. ബെൻ ഡാർവിൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു. SFയിലൂടെ കടന്നു വന്നതാണ്. ഒക്കെയാണ് ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തിൽപ്പെട്ടതാണ്. അവിടെ നമ്മൾ ഈ ജാതിയും ഉപജാതിയും ഒക്കെ വലിയ വിഷയമാണല്ലോ. കേരളത്തിൽ മൊത്തം പ്രശ്നമാണ്. കേരളത്തിൽ മൊത്തം ജാതി ഉപജാതിയും സമുദായം എല്ലാവരും പ്രധാനം. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ അതുള്ള കേരളത്തിലാണ്. ബീഹാറിനെയാണ് ജാതി രാഷ്ട്രീയത്തിന്റെ സ്ഥലം എന്ന് വിളിച്ച് നമ്മൾ അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ബീഹാറിനെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ജാതി രാഷ്ട്രീയമാണ് കേരളം പറഞ്ഞത്. കേരളത്തിൽ അതെ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള സ്ഥിതിയിൽ എന്താണ് ഇവർ ചെയ്യുക എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ ഇദ്ദേഹത്തിന് അപ്പീൽ പോയാലും ഞാൻ കരുതുന്നത് ഈ വിധി ശരിവെക്കാൻ തന്നെയാണ് സാധ്യത. കാരണം സ്റ്റേ കിട്ടും, ഇനിഷ്യൽ സ്റ്റേ കിട്ടും. പക്ഷേ പിന്നെ പെട്ടെന്ന് നടപ്പിലാക്കാൻ ജയിലിലേക്കല്ലല്ലോ പോകുന്നത്. കാരണം 30 ദിവസം വരെ അപ്പീലിന് പോകാനായിട്ട് സമയമുണ്ട്. അതിനുള്ളിൽ കൊടുത്താൽ മതി. സ്റ്റേ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്തായിരുന്നാലും ഇതിൽ പരമാവധി ശിക്ഷയല്ല നൽകിയിട്ടുള്ളത്. ഏറ്റവും മിനിമം ശിക്ഷ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. കാരണം പ്രോസിക്യൂഷൻ ആ ശിക്ഷയല്ല ആവശ്യപ്പെട്ടത്. അപ്പം അങ്ങനെ വരുമ്പം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ അവസാനിക്കുന്ന പരിപൂർണമായിട്ട്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീടുള്ളൊരു സംഭവം, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മുൻ മന്ത്രി ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് 2ാം തവണയാണ്. ഇതിനു മുമ്പുള്ളത് R ബാലകൃഷ്ണപിള്ളി. അത് അഴിമതി കുറ്റമായിരുന്നു. ഇത് അഴിമതിയേക്കാൾ അപ്പുറത്തെ സംഭവം. ഭയങ്കര കോടതിയിൽ നിന്ന് തൊണ്ടി മുതലെടുത്തിട്ടാണ് മോഷിച്ചിട്ട് കൃത്രിമം നടത്തുക ചെയ്യുന്നത്. അതും ഒരു അഭിഭാഷകൻ. ആലോചിച്ച് നോക്കണം. ഏറ്റവും സാമൂഹ്യ വിരുദ്ധമായ പ്രവൃത്തി ചെയ്തിട്ടുള്ള ആളാണ്. വെറും അഴിമതി മാത്രം ചെയ്യുന്ന പോലെയുള്ള കാര്യമല്ല ഇത്. അഴിമതി എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ടെക്നിക്കൽ എററാവാം. സാങ്കേതികമായിട്ട് ചിലപ്പോൾ അഴിമതിയുടെ പരിധിപ്പെടും ചിലപ്പം. കാരണം ചിലപ്പോൾ ആളറിയാതെ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താലും, കൂടെയുള്ളവരെ വിശ്വസിച്ച് സെക്രട്ടറിമാരെ വിശ്വസിച്ചിട്ടോ ബാക്കിയുള്ളവർ കൊണ്ടിരുന്നവർ ഒപ്പിട്ട് കൊടുത്താലും അഴിമതി കുറ്റത്തിന് ഉത്തരവാദി ഒപ്പിട്ട മിനിസ്റ്ററാണ്. ആ രീതി ന്യായീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ള ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം ബാലകൃഷ്ണപിള്ളയും ട്രാൻസ്പോർട്ട് വകുപ്പ് കുറച്ചു കാലം കൈകാര്യം ചെയ്തായിരുന്നു. ഇങ്ങേരും ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്തായിരുന്നു. അപ്പം 2 മുൻ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിമാരാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ബാലകൃഷ്ണപിള്ള ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ചെയ്തതിൻ്റെ പുറത്തല്ല, വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തതിൻ്റെ പുറത്താണ് കരാറുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് ഒരുപാട് സാമ്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത്. പക്ഷേ അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VS ശിവകുമാർ എന്നിട്ട് ഒരു കാര്യവുമില്ല. പിന്നീട് അവിടെ നിർത്താൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് ശബരിനാഥനാണ്. ശബരിനാഥനെ ഒന്നുകിൽ വട്ടിയൂർക്കാവിൽ, അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൊണ്ടു നിർത്താൻ പറ്റും. ശബരിനാഥ് ഫിറ്റ് കാൻഡിഡേറ്റ്. അവർക്ക് ഈ 2 മണ്ഡലത്തിലേക്കും പറ്റുന്ന കാൻഡിഡേറ്റ്. ഒരാൾക്ക് 2 മണ്ഡലത്തിൽ ഇനിയിപ്പോൾ നിർത്തേണ്ടി വരുമോ എന്നുള്ളതാണ്. കാരണം ഈ 2 മണ്ഡലത്തിലും ശബരിനാഥിന് പകരം വെക്കാൻ പറ്റുന്ന ആൾക്കാരില്ല എന്നുള്ളതാണ്. ജയസഖിലിനെ പരിഗണിക്കാമല്ലോ. അഖിലിനെ അവിടെ അല്ല, അഖിലിനെ കഴക്കൂട്ടത്തായിരിക്കും പരിഗണിക്കുക. അഖിലിൻ്റെ തട്ടകം അതാണ്, കഴക്കൂട്ടത്താണ്. നമ്മളെ സ്വർണ്ണക്കേസിൽ
ചോദ്യം ചെയ്യപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ്റെ മണ്ഡലത്തിലാണ്. കടകംപള്ളി തന്നെ പറയുന്നുണ്ടെന്ന് ആൾക്കാരോട് പറഞ്ഞതായിട്ട് ചില സഖാക്കളോട് പറഞ്ഞതാണ്. എവിടെ ചെന്നാലും ഇവൻ തന്നെയാണല്ലോ എന്ന്. അതായത് ഏത് മരണ വീട്ടിലും കല്യാണ വീട്ടിലും പോയാൽ അഖിലും ഉണ്ട് അവിടെ. അപ്പോൾ കടകംപള്ളി ഇപ്പോൾ അതുകൊണ്ട് ഇവനെ കൊണ്ട് ശല്യമായല്ലോ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ പിന്നെ അഖിലിനൊന്നും പരിഗണിക്കാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ ഒരു സാമുദായിക സമവാക്യങ്ങൾ അങ്ങനെയാണ്. അതൊരു വല്ലാത്ത മണ്ഡലമാണ് തിരുവനന്തപുരം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ മറ്റേ വഖഫിന്റെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട മുനമ്പം വിഷയങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് റിഫ്ലക്ട് ചെയ്യും. അത് CPM-ന് വിരുദ്ധമായിട്ട് തീരുകയും ചെയ്യും. അതൊരു പക്ഷേ BJP അതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് മാറുകയും ചെയ്യും. അപ്പം ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ കൊണ്ടുവരികയാണെങ്കിൽ, കൃഷ്ണകുമാറിനാണ് വട്ടിയൂർക്കാവിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. ശ്രീലേഖയെ കൊണ്ടുവരികയാണെങ്കിൽ കൃഷ്ണകുമാറിന് വീണ്ടും കഴിഞ്ഞ തവണ മത്സരിച്ചതുപോലെ തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കും. ശബരി വട്ടിയൂർക്കാവിൽ മത്സരിക്കുകയാണെങ്കിൽ കൃഷ്ണകുമാറിന് ഇവിടെ സാധ്യതയുണ്ട്. ശബരി തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ശബരിക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. CPM-നോട് സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പ്രാദേശികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. ആര്യ രാജേന്ദ്രന് ഇത്തരം ചീത്തപ്പേരുകളൊന്നും കേൾപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് നിർത്തായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആര്യ രാജേന്ദ്രനെ കേരളത്തിൽ എവിടെ കൊണ്ടുപോയി നിർത്തിയാലും, ധർമ്മടത്തും മട്ടന്നൂരും കൊണ്ടുപോയി നിർത്തിയാലും ചിലപ്പോൾ തോറ്റുപോകും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ പൊതുസ്ഥിതി. അതാണ് സാധാരണഗതി നമ്മൾ പറയാറുണ്ട്, കേരളത്തിലെ ഏത് മണ്ഡലത്തിലും കൊണ്ടുപോയി നിർത്താൻ പറ്റുന്ന കാൻഡിഡേറ്റ് എന്ന് പറയാറുണ്ട്. കേരളത്തിലെ ഏത് മണ്ഡലത്തിലും കൊണ്ടുപോയി നിർത്തിയാലും തോക്കുന്ന കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഈ 3 മുന്നണിക്കും പറയാവുന്ന ഒരാളായിട്ട് ആര്യ രാജേന്ദ്രൻ മാറി എന്നുള്ളതാണ്. അവിടെ പിന്നെ പരിഗണിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റ് UDF-ന് വട്ടിയൂർക്കാവിൽ ശബരി നിൽക്കുകയാണെങ്കിൽ തിരുവനന്തപുരം CMP-ക്ക് വിട്ടുകൊടുത്തിട്ട് CP ജോണിനെ അവിടെ നിർത്തണം. CP ജോണിനെ നിർത്തുമ്പോൾ CP ജോൺ ജനകീയനല്ല എന്നൊക്കെ പറഞ്ഞാലും ആക്ഷേപങ്ങളൊന്നുമില്ലല്ലോ CP ജോണിനെ. ഈ പറയുന്ന പോലെ താത്വികമായിട്ട് ഗോവിന്ദമാഷും P രാജീവും MA ബേബിയും പറയുന്ന പോലെ പറയാനും അറിയാം, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാനും അറിയാം. അപ്പം ആ രീതിയിൽ അതുമല്ല, UDF-ന്റെ മൊത്തം മെഷീനറി അവിടെ ഒന്ന് എല്ലാ നേതാക്കന്മാരും ഒന്ന് വന്നു പോകും. പോക്കറ്റ് യോഗങ്ങളിൽ വിവിധ യോഗങ്ങൾക്കകത്ത് ആർക്കാ വരാതിരിക്കാൻ പറ്റുന്നത്? ഒരു ദിവസം ഒന്ന് മാറ്റി വെക്കേണ്ടി വരത്തില്ലേ? ഒരു ദിവസം രമേശിന് പോകേണ്ടി വരത്തില്ലേ? ഒരു ദിവസം ഒന്ന് KC വേണുഗോപാലിന് പോകേണ്ടി വരത്തില്ലേ? ഒരു ദിവസം സാദിഖലി തങ്ങളൊന്നും പോകേണ്ടി വരത്തില്ലേ? ഒരു ദിവസം കുഞ്ഞാലിക്കുട്ടി ഒന്ന് പോകേണ്ടി വരത്തില്ലേ? അപ്പം ആ രീതിയിൽ വരുമ്പോൾ ക്യാമ്പയിനകത്ത് വേറെ രീതിയിലേക്കുള്ള മൂവ്മെൻറ്റ് നടത്താൻ പറ്റും. അപ്പം പിന്നെ പുള്ളിയാണ് അവിടെ പിന്നെ നിർത്താൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. എന്തായിരുന്നാലും ഇദ്ദേഹം ജയിലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തടവുകാർ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കിടന്നുറങ്ങുന്ന നേരത്തെ ഇവരെ അടിവസ്ത്രം വല്ല എടുത്തിട്ട് വല്ല പരിപാടി ഒപ്പിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള കാര്യം. സാധാരണഗതിയിൽ ചിലർ പറയാറുണ്ട് എനിക്ക് TV കാണാൻ സൗകര്യം വേണം എന്നൊക്കെ പറഞ്ഞ പോലെ, ബഹുമാനപ്പെട്ട കോടതി എനിക്ക് ജയിലിൽ ഒരു തയ്യൽ മെഷീൻ വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ തൽക്കാലം അവസാനിപ്പിക്കാം.